ഹലോ സ്റ്റുഡൻസ്, CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ സ്കൂളുകളിലെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷൻ ടെസ്റ്റുകളും പ്രീ ബോർഡ് എക്സാംസൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസായി ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, first question. One day, Donna was conducting an experiment in the laboratory. By mistake, she leaves an iron nail in copper sulfate solution. Iron nail in copper sulfate solution for 1 week. After 1 week, the color of the copper sulfate solution is. ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് ഗ്രീൻ, യെല്ലോ, റെഡ്, കളർലെസ്. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും കളർ ചേഞ്ചസ് അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ഫോർമേഷൻ ഓഫ് പ്രെസിപ്പിറ്റേറ്റ്, ഇങ്ങനെയൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ പ്രത്യേക ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്, അല്ലേ? അതായത് അയൺ നെയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അല്ലേ, അതിൻ്റെ കളറ് ഗ്രീനായിട്ട് മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അയൺ സൾഫേറ്റ്. അവിടെ നടക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്, അല്ലേ? അയൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ കളറ് ഗ്രീനാണ്. A student conducts an experiment to prepare aluminum chloride from the aluminum and chlorine. Choose the right option that gives the chemical reaction. ഇവിടെ അലുമിനിയത്തിൻ്റെയും ക്ലോറിൻ്റെയും റിയാക്ഷൻസ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേ വേണ്ടൂ, അതായത് ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ എന്ന്. കാരണം നോക്കിയേ, റിയാക്റ്റൻസ് ഒക്കെ സെയിം ആണ്, കിട്ടിയ പ്രൊഡക്റ്റിലും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോർമുല നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ് റിയാക്റ്റൻ്റ്, അതിൻ്റെ ഫോർമുലയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോർമുല AlCl എന്ന് എഴുതിയിട്ടുണ്ടാവും. കാരണം സോഡിയം ക്ലോറൈഡൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. AlCl3 ആണ് അലുമിനിയം ക്ലോറൈഡ്. അതുപോലെ Al മാത്രമാണ് അലുമിനിയം മെറ്റലിനെ നമ്മൾ എഴുതുന്നത്, അല്ലേ? ചില ആൾക്കാർ Al3, Al2 അങ്ങനെയൊക്കെ എഴുതിയിട്ട് കാണാം. അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ടുള്ള സിമ്പിൾസ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഓരോ ഇക്വേഷനും നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നാമത്തതിൽ AlCl2 ആണ്, അവിടെ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോർമുലയെ തെറ്റിയിട്ടുണ്ട്. ഇവിടെ AlCl ഉള്ളൂ, തെറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും ചെക്ക് ചെയ്യേണ്ട. മൂന്നാമത്തത് നോക്കുമ്പോൾ AlCl2, AlCl3 എല്ലാം കറക്റ്റാണ്. ജസ്റ്റ് ബാലൻസ്ഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 2 അലുമിനിയം ജസ്റ്റ് കൗണ്ട് ചെയ്താൽ മതിയല്ലോ. 2 അലുമിനിയം, 6 ക്ലോറിൻ, അല്ലേ? 3 × 2 6 ക്ലോറിൻ. ഇവിടെ 3 ക്ലോറിൻ, ഇവിടെ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2 × 3 6 ക്ലോറിൻ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. Why is it important to balance the chemical equation? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. To verify the law of conservation of energy, law of constant proportion, law of conservation of mass, conservation of momentum. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി when green colored ferrous sulfate crystals, ferrous sulfate, okay, are heated, the color of the crystal changes because, നമുക്കറിയാം ചില ക്രിസ്റ്റൽസിനൊക്കെ, അല്ലേ, കോപ്പർ സൾഫേറ്റ് അതുപോലുള്ള ചില ക്രിസ്റ്റൽസിന് കളറുകളുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്? അതിൻ്റെ കൂടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളതുകൊണ്ടാണ്. അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നു, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫെറസ് സൾഫേറ്റിനെ ചൂടാക്കുന്ന സമയത്ത് കളറിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം ഇറ്റ് ലൂസസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ആൻസർ ചെയ്യാം. ഇനി എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് and is obtained by heating limestone in the absence of air. Identify X. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ കുട്ടികൾ പറയാറുണ്ട്. അതായത് എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, കാൽസ്യം ഓക്സൈഡ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ആൻസർ വ്യത്യാസം വരും കേട്ടോ. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ബൈ ഹീറ്റിംഗ്
ലൈം സ്റ്റോൺ ആണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈം സ്റ്റോൺ ചോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസ് കാൽസ്യം ഓക്സൈഡാണ്. ഈ സബ്സ്റ്റൻസാണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡാക്കി മാറ്റി അതിന് ശേഷമാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽസ്യം ഓക്സൈഡാണ് ആൻസർ. A student poured 100 ml of water into bottle and added 40 ml of vinegar into it. A balloon was filled with 20 gram baking soda and was fixed at the mouth of the bottle. Slowly the shape of the balloon changed as shown. നോക്കിയേ, 100 ml of water ഉണ്ട്, അതിൽ 40 ml of vinegar ഒഴിച്ചു. അതായത് ഇപ്പോൾ ഡൈല്യൂട്ടഡ് ആസിഡായി അല്ലേ. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആസിഡാണുള്ളത്. വെള്ളത്തിൻ്റെ കൂടെ വിനേഗർ ആഡ് ചെയ്യുമ്പോൾ അത് ആസിഡ് തന്നെ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നു. അപ്പോൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആസിഡും ബേസും റിയാക്ട് ചെയ്ത് ഈ ബലൂൺ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഫോർമേഷൻ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണ്. ഓപ്ഷൻ അനുസരിച്ച് മതി നമുക്ക് ആൻസർ ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് ഒബ്സർവ്സ് ദാറ്റ് a chemical change happened when the two substances were mixed. Is the claim made by the student correct? അതായത് സ്റ്റുഡൻറ്റ് പറയുന്നത് കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതിനുള്ള ക്ലെയിം ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. യെസ്, എ ന്യൂ സബ്സ്റ്റൻസ് വാസ് ഫോംഡ് ഇൻ ദ ഫോം ഓഫ് എ ഗ്യാസ്. അത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതിനകത്ത് ഏതോ ഒരു ഗ്യാസ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. മാസ് റിമെയിൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ എക്സ്പെരിമെൻറ്റ്. നോ, ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് ഇൻ ദ മിക്സ്ചർ ഷോസ് എ ഫിസിക്കൽ ചേഞ്ച്. ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബലൂൺ ഷോസ് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഇതുമൊക്കെ കംപ്ലീറ്റ്ലി റോങ് ആണല്ലേ. മാസിൻ്റെ കേസിൽ നമുക്ക് മാസ് മെഷർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? ഫോർമേഷൻ ഓഫ് ഗ്യാസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ റിയാക്ഷൻ ബിലോ ആർ ഇൻകറക്റ്റ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഇത് ശ്രദ്ധിക്കില്ല. ഇങ്ങനെ നമ്മൾ ഇൻകറക്റ്റ് കറക്റ്റ് എന്നുണ്ടാൽ ജസ്റ്റ് ഒന്ന് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ മാർക്ക് കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് മാർക്ക് ചെയ്ത് പോകും ഓപ്ഷനായിട്ട്. ഇൻകറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. പറയാമല്ലോ, ലെഡ് ഓക്സൈഡും കാർബണും തമ്മിലുള്ള റിയാക്ഷനാണ്. ലെഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പി ബി ഒ പി ബി ആയിട്ട് മാറി അല്ലേ. പി ബി ഒ പി ബി ആയിട്ട് മാറി. അതായത് റിമൂവൽ ഓഫ് ഓക്സിജൻ നടന്നിട്ടുണ്ട്. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ലെഡ് ഈസ് റിഡ്യൂസ്ഡ് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയാണ് ഉള്ളത് അല്ലേ. ഈ റിഡോക്സ് റിയാക്ഷൻ്റെ കേസിൽ ഇപ്പോൾ ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, ഏത് റിഡ്യൂസായി ഏത് ഓക്സിഡൈസായി എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, LHSലുള്ള റിയാക്റ്റൻസ് മാത്രമേ നമുക്ക് ആൻസറായിട്ട് വരുള്ളൂ. ഈ RHSലുള്ള ആൾക്കാർ നമ്മുടെ ആൻസർ ആവില്ല. ഇതിങ്ങനെ തെറ്റിച്ചിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയാണ്, ഇവിടെ കാർബണേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്. കണ്ടോ, കാർബണാണ് കാർബൺ ഡൈ ഓക്സൈഡായി മാറിയത്. അപ്പോൾ കാർബൺ ഓക്സിഡൈസ് ആയിട്ടുണ്ട്, അതും ശരിയാണ്. ഇനി ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ സംഭവിച്ചു അല്ലേ. ഇവിടെ LHSൽ എന്തില്ല? ലെഡ് LHSൽ ഇല്ല അല്ലേ. ലെഡ് ഓക്സൈഡാണ് ലെഡായി മാറിയത്. അപ്പോൾ ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്, അതാണ് കറക്റ്റ്. ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. ഇതപ്പോൾ തെറ്റാണ് കേട്ടോ. എനിക്ക് പോലും കൺഫ്യൂഷൻ വന്നിട്ട് കണ്ടോ. അതായത് നമുക്ക് കാര്യം അറിയാം, പറയുന്ന സമയത്തൊരു പെട്ടെന്ന് മാറിപ്പോകുന്നൊരവസ്ഥ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. LHSലുള്ള റിയാക്റ്റൻസിനാണ് ചേഞ്ചസ് വരുന്നത്. PbO PB ആയി മാറി. അപ്പോൾ ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. ലെഡ് ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. കാർബൺ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, തേർഡും ഫോർത്തും കറക്റ്റ് ആണല്ലോ. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, തേർഡും ഫോർത്തും കറക്റ്റായിട്ടൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ഇത് മാർക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തെറ്റേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ആണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ കൺഫ്യൂഷൻ കൊണ്ട് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ
Eighth question. 3 beakers labeled as A, B and C, each containing 25 ml of water, were taken. A little of sodium hydroxide, anhydrous copper sulfate, sodium chloride were added to the beakers A, B and C respectively. അതായത് എയിൽ NaOH, ബിയിൽ CuSO4, സിയിൽ NaCl. ഇത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ. It was observed that there was an increase in temperature of the solution contained in beakers A and B. എയിലും ബിയിലും എന്തുണ്ട്? There is an increase in temperature. അതായത് വെള്ളത്തിലേക്ക് ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എയിലും ബിയിലും ടെമ്പറേച്ചർ ഇൻക്രീസ് കാണാൻ പറ്റി. അങ്ങനെയാണല്ലോ. വെറാസ് ഇൻ കേസ് ഓഫ് ബീക്കർ സി ദ ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ ഫോൾസ്. സിയിലാവുമ്പോഴെന്ത് സംഭവിച്ചു? സിയിലാവുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു കേട്ടോ. എയിലും ബി ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടി, സിയിലാവുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടായിരുന്ന ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലേ. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് എൻഡോതെർമിക്, ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ എക്സോതെർമിക്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി എക്സോതെർമിക് പ്രോസസ് ഹാസ് ഒക്കേർഡ്. കറക്റ്റാണ് അല്ലേ. എയിലും ബിയിലും ചൂടുണ്ടായിട്ടുണ്ട്. ഇൻ ബീക്കേഴ്സ് എ ആൻഡ് ബി എൻഡോതെർമിക്, അത് തെറ്റാണ്. ഇൻ ബീക്കർ സി എക്സോതെർമിക്, തെറ്റാണ് അല്ലേ. അബ്സോർപ്ഷനാണ് ഉണ്ടായത്. ഇൻ ബീക്കർ സി എൻഡോതെർമിക് പ്രോസസ് ഹാസ് ഒക്കേർഡ്. ബീക്കർ സിയിൽ എന്തായിട്ടുണ്ട്? ഹീറ്റ് എനർജി അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻഡോതെർമിക് ആണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസും വായിച്ച് നമ്മുടെ ഓപ്ഷൻ ഏതാണോ ആവശ്യമുള്ളത് ഏതാണോ എന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മാർക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മാർക്ക് പോകാൻ വളരെയധികം സാധ്യതയാണ്. നമുക്കൊരു 1/4 മാർക്കോ 1/2 മാർക്കോ ഒന്നും ഇവിടെ കിട്ടില്ല. മാർക്ക് പോയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 1 ശരിയാണ്, അതുപോലെ 4ഉം ശരിയാണ്. അപ്പോൾ 1 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ഇത് ഹെൽപ്ഫുള്ളായെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ഷനിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കുക. ക്ലാസ്സുകൾ ഹെൽപ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് അവരെ സഹായിക്കുക. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ കയ്യിൽ 80ഓളം മാർക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.